യൂറോ വേൾഡ് ക്ലാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് നമുക്ക് കമന്റിലൂടെയും അതുപോലെ തന്നെ മെസ്സേജ് ചെയ്തും ഫോൺ ചെയ്തും ഒക്കെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതായത് അലുമിനിയം കിച്ചൺ ക്യാബിനറ്റിന്റെ മെഷർമെന്റ്സിന്റെ സംശയങ്ങൾ, അതുപോലെ തന്നെ മറ്റു കിച്ചൺ ക്യാബിനറ്റുകളിൽ ഉപയോഗിക്കുന്ന ആക്സസറീസ് നമുക്ക് അലുമിനിയം കിച്ചൺ ക്യാബിനറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമോ, അങ്ങനെയൊക്കെ ഒത്തിരി സംശയങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചായിരുന്നു. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഡിസ്പ്ലേ ഷോറൂമിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഡിസ്പ്ലേ ഷോറൂമിൽ നമ്മളിവിടെ ഒരു കിച്ചൺ ക്യാബിനറ്റ് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടാണ് ഞാൻ അതിനുള്ള ഉത്തരം നൽകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു കിച്ചന്റെ താഴത്തെ പോർഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതാണ് ബേസ് യൂണിറ്റ് കേട്ടോ. ഇവിടെ നമ്മൾ കിച്ചൺ ബോക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ബോക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രാനൈറ്റ് ഇതുമായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ കോൺക്രീറ്റ് സ്ലാബ് ചെയ്യാറുണ്ട്, ഫെറോ സ്ലാബ് ചെയ്യാറുണ്ട്, എന്നിട്ട് ഗ്രാനൈറ്റ് അത് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട് ആയിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് കിച്ചണിൽ ഒന്നും ചെയ്തില്ല, വെറുതെ എംപ്റ്റി ആയിട്ട് ഇട്ടാലും ഇതുപോലെ ബോക്സ് ക്യാബിനറ്റ് അടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഗ്രാനൈറ്റ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ചില കസ്റ്റമേഴ്സിൻ്റെ സംശയം ഇതിന് ബലം ഉണ്ടാവുമെന്നാണ്. നല്ല സ്ട്രോങ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ പിടുത്തമുണ്ട്, അതുപോലെ തന്നെ ബാക്കിലും നല്ല പിടുത്തമുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ക്രോസ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി ഇരിക്കാൻ കഴിയും. ഇത് കണ്ടില്ലേ, നമുക്ക് കയറി ഇരിക്കുകയോ നടക്കുകയോ എന്ത് വേണമെങ്കിലും തന്നെ ചെയ്യാം. ഈ ഒരു ക്യാബിനറ്റിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ക്യാബിനറ്റിന്റെ ഹൈറ്റ് എത്ര വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോറിൽ നിന്നും ഈ ഗ്രാനൈറ്റിന്റെ ടോപ്പ് വരെ വരുന്നത് 85 സെന്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ബേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അത് 10 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ക്യാബിനറ്റിന്റെ ഡെപ്ത് വരുന്നത് 55 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഗ്രാനൈറ്റ് നമ്മൾ ടോപ്പ് ഇട്ടേക്കുന്നത് 60 സെന്റിമീറ്റർ ആണ് ഇട്ടിരിക്കുന്നത്. നമ്മളിവിടെ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്ന ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ് നമ്മൾ 2 കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ബേസ് യൂണിറ്റ് നമ്മൾ ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പർ യൂണിറ്റ് നമ്മൾ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 1-2 ഗ്ലാസ് ഷട്ടേഴ്സും ബ്ലാക്ക് ബോർഡേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡുലാർ കിച്ചണിൽ നമ്മൾ എത്രത്തോളം ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ബേസ് ക്യാബിനറ്റിൽ നിന്ന് തന്നെ ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷട്ടർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ആക്സസറീസ് കാര്യങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മളൊരു ഡ്രോയറാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മളൊരു PVC കട്ട്ലറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു പ്ലെയിൻ ഡ്രോയറാണ് കേട്ടോ. ഇതൊരു പ്ലെയിൻ ബാസ്ക്കറ്റ് ആണ്. ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു താലി ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഇത് മൂന്നും നമ്മൾ സോഫ്റ്റ് ക്ലോസ് സിസ്റ്റത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുറക്കുക, എന്നിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് അടച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇത് അടയ്ക്കാൻ കഴിയും. ഇത് കണ്ടില്ലേ, സോഫ്റ്റ് ക്ലോസ് ആണ്. നെക്സ്റ്റ് ഷട്ടർ ഗ്യാസ് വയ്ക്കാനുള്ള പ്രൊവിഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ ബേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഗ്യാസ് ഇങ്ങനെ നമുക്കിങ്ങനെ ട്രോളിയിൽ നമുക്കിങ്ങനെ തള്ളി കയറ്റി നമുക്ക് അകത്തോട്ട് വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇതൊരു മസാല പുൾ ഔട്ടാണ് കേട്ടോ. ഇതൊരു മസാല പുൾ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് കോർണറിൽ നമ്മൾ വേറെ ആക്സസറീസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മളൊരു ഷട്ടർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെയും മുകളിലും സാധനം വയ്ക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സിങ്കിൻ്റെ അടിയിലെ ഈ 2 ഷട്ടർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ എംപ്റ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു വേസ്റ്റ് ബിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ബക്കറ്റ് ഇതിങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. ഊരിയെടുത്തിട്ട് നമുക്ക് വേസ്റ്റ് പുറത്തു കൊണ്ടുപോയി കളയാം. പിന്നെ ഈ ഒരു ഡോർ ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു അടപ്പ് അതും ക്ലോസ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷട്ടറാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ നമ്മൾ സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ ആക്സസറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ടവർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതൊരു ടവർ ക്യാബിനറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു പാൻട്രി യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ, ഇതാണ് പാൻട്രി യൂണിറ്റ്. ഇത് നമുക്ക് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസറി ആണ് കേട്ടോ.
ഇത് അല്പം കോസ്റ്റ്ലി ആണ്, ധാരാളം സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ഡോറയിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡിലുമായിട്ട് ഒത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഹൈറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് കുറച്ചും കൂടി താത്തി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് താത്തി വയ്ക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആക്സസറിയാണിത്. ഇനി നമുക്ക് ഈ ഒരു കിച്ചൻ്റെ വാൾ യൂണിറ്റിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു ടവർ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ വൈറ്റ് ക്യാബിനറ്റാണ് കേട്ടോ വാൾ യൂണിറ്റ് ആയിട്ട് കൂട്ടുന്നത്. അതിൽ ഒരു 3 ഗ്ലാസ് ഷട്ടേഴ്സ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം വൈറ്റ് ഷട്ടേഴ്സ് തന്നെയായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം. ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് മുതൽ ഈ ഒരു താഴെ ഈ ഒരു വശം വരെ നമ്മൾ ടോട്ടൽ കൊടുത്തിരിക്കുന്നത് 65 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെ 65 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഡെപ്ത് വരുന്നത്, അതായത് ഈ ഒരു ഭിത്തിയിൽ നിന്നും പുറത്തോട്ടുള്ള തള്ള് വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്രാനൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ മുകളിൽ നിന്നും ഈ ഒരു വാൾ ടൈല് ഒട്ടിച്ചിരിക്കുന്നത് 60 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു 65 സെൻറ്റിമീറ്റർ ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വാൾ ക്യാബിനറ്റിൻ്റെ മറ്റു വിശേഷങ്ങളിലോട്ട് പോകാം. ആദ്യം തന്നെ ഇവിടെ സാധാരണ എല്ലാ മോഡുലാർ കിച്ചനും ചെയ്യും പോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മോഡുലാർ കിച്ചനും നമ്മൾ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വാൾ ക്യാബിനറ്റിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്പോട്ട് ലൈറ്റുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു വാൾ ക്യാബിനറ്റിൻ്റെ ബാക്കിയുള്ള സ്റ്റോറേജ് സ്പേസും അതിൻ്റെ ഇൻസൈഡ് കാഴ്ചകളും എല്ലാം നമുക്കൊന്ന് കാണാം. നമ്മൾ ഫസ്റ്റ് ഇവിടെ കാണുന്നത് ഒരു 2 ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന 2 ഷട്ടേഴ്സാണ് കാണുന്നത്. ഇതിന് നമ്മൾ ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചുറ്റും ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഹാൻഡിൽ പ്രൊഫൈലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കിച്ചന് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് റോസ് ഗോൾഡ് കളറ് G പ്രൊഫൈലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ചെയ്താൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണാം. താഴെയും അങ്ങനെ തന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ജസ്റ്റ് സ്റ്റോറേജ് സ്പേസ് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഷട്ടർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇവിടെയും നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചിമ്മിനിയുടെ ഒരു ഏരിയ ആണ് വരുന്നത്. ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് ചേർന്നായിട്ട് 2 ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഷട്ടർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തത്. പക്ഷേ ഇത് 4 കള്ളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷൻ, അങ്ങനെ ഒരു 4 പോർഷനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ അടുത്തൊരു പോർഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെയും നമ്മൾ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പോർഷൻ GT-PT ആണ് കേട്ടോ. ഇതാണ് ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ. അതായത് ഇവിടെ നമുക്ക് പ്ലേറ്റുകൾ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇവിടെ ഗ്ലാസ് കാര്യങ്ങളെല്ലാം വയ്ക്കാം. ഇത് വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം എടുത്ത് നേരെ ഇങ്ങനെ സിങ്കിലോട്ട് നമുക്ക് കളയാം. അപ്പോൾ ഇതാണ് ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ. ആ ഒരു ആക്സസറീസാണ് നമ്മൾ ഈ ഒരു സിങ്കിൻ്റെ മേളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷട്ടർ വരും. അത് നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലും സാധനങ്ങൾ വയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കിച്ചൻ്റെ വാൾ ക്യാബിനറ്റിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ഓപ്പൺ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറി പൗഡറുകളോ കാര്യങ്ങളോ ഒക്കെ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന രീതിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെൽഫ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ഒരു അലുമിനിയം മോഡുലാർ കിച്ചണിൽ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇതിൽ കൂടുതൽ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം കേട്ടോ. ഒത്തിരി ആക്സസറീസ് ഉണ്ട്. നമുക്ക് ഡോറിൽ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ആക്സസറീസ് ഉണ്ട്. അതുപോലെ തന്നെ കോർണറിൽ വരുന്ന ആക്സസറീസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഐറ്റം ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിവിടെ ഒരു ലിമിറ്റഡ് ആയിട്ടാണ് അത്യാവശ്യം ഒരു വീട്ടിലോട്ട് വേണ്ട അത്യാവശ്യം സാധനങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ ഓഫീസിൽ നമ്മൾ ഡിസ്പ്ലേ ഇട്ടേക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പിന്നെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആളുകൾ നമ്മളെ മെസ്സേജ് ചെയ്തും അതുപോലെ തന്നെ കോൾ ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാ, അതിൻ്റെ ഡെപ്ത് എത്രയാ, ഇതൊക്കെ എല്ലാം ഞാൻ
അത്യാവശ്യം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ അലൂമിനിയം കിച്ചനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പുതിയ മോഡുലർ കിച്ചൺ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ അതുപോലെ തന്നെ പഴയ കിച്ചൺ റിനോവേറ്റ് ചെയ്ത് പുതിയത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.